ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് സുഖമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വെറുതെ ഒന്ന് സവാതി ബീച്ചിൽ കറങ്ങാൻ പോയതാണ്. ഞാൻ സ്കൂളിട്ട് വന്ന് ഫ്രഷായി ഫുഡെല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ ഒരു 4:15 ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിനാണ് നമ്മൾ ഇറങ്ങിയത്. ഇത് നമ്മളെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ, നേരെ ഫ്രണ്ടിലത്തെ ഭാഗം. അങ്ങനെ ഞങ്ങൾ സവാദിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. എടുക്കിന് അതിനൂനെല്ലാം എന്താ പറയുക, പുറത്ത് പോയിട്ടില്ലെങ്കിൽ ഭയങ്കര കച്ചറയാണ്. ഓൾക്ക് എടുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം എങ്ങോട്ടെങ്കിലും. അങ്ങനെ സവാദി വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ സവാദി ബീച്ചിലെത്തിട്ടോ. സവാദി ബീച്ചിൽ വരുന്നവരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നമ്മൾ വരുമ്പോൾ ഉള്ള സൈഡാണ്. നമ്മൾ അപ്പുറത്തെ സൈഡിലേക്കാട്ടോ ഒന്ന് പോണേ. ഞങ്ങൾ സവാദി ബീച്ചിലെത്തി. അങ്ങനെ നൈന് നോക്കുന്നത് ഓൾക്ക് കളിക്കാൻ എന്തോ ഉണ്ടോന്നാ. നേരെ വിടുന്നുണ്ട് നൈനു. പാർക്കിലേക്കാണോ അതോ കടൽ കണ്ട് നേരെ പോവുകയാണോ, നമുക്കൊന്ന് നോക്കി നോക്കല്ലേ. പിന്നെ നൈന് കുറേ ദിവസമായിട്ട് കടലിൽ പോകണമെന്ന് അറിയലുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന അവിടെ തന്നെ പോവാന്ന്. ഓൾ ആ കുഞ്ഞി സ്ലൈഡെല്ലാം കണ്ടിട്ട് ഉപ്പൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഓടിപ്പോകുന്നുണ്ട്. ഇവിടെ പിന്നെ ചെറിയൊരു പാർക്കെല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങൾ തിങ്കളാഴ്ചയേനും ബീച്ചിലേക്ക് വന്നത്. അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലേനും, ആരും അധികം ആൾക്കാരൊന്നുമില്ല. പിന്നെ വ്യാഴം വെള്ളി ദിവസമൊക്കെ നല്ലോണം ആൾക്കാരെല്ലാം ഉണ്ടാവലുണ്ട്. പിന്നെ നല്ല തണുപ്പല്ലേ, തണുപ്പായതുകൊണ്ട് ആരും ബീച്ചിലേക്കൊന്നും അധികം വരുന്നുണ്ടാവില്ല. പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരാളെ കണ്ടിട്ടോ. ഹലോ ഹലോ ഹായ്. പൂച്ച ഒരു പ്രാവശ്യം എന്നെ നോക്കിട്ടോ. പിന്നെ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് പൂച്ച. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ ഡിസ്റ്റർബ് ചെയ്യേണ്ട, പൂച്ച ഫുഡ് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നടന്നു പോയിട്ടോ. ഞങ്ങളങ്ങനെ നൈനുവിന് കടലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കടലിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് കണ്ടു കുറേ ചെറിയ ചെറിയ പക്ഷികൾ അങ്ങനെ പറക്കുന്നത്. എന്ത് രസമാണ് കാണാൻ. പക്ഷെ അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. കടൽ കാണാൻ പോകണമെന്ന് പറഞ്ഞ് നൈനു കടലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഓൾക്ക് എന്താ പറയുക, വെള്ളമെല്ലാം കണ്ടപ്പോൾ പേടിയായിട്ട് മെല്ലെ ബേക്കോട്ട് പോകുന്നു. മുമ്പോട്ട് അങ്ങനെ വരുന്നില്ല. പറഞ്ഞ ഇൻട്രസ്റ്റ് ഒന്നും പിന്നെ ഓൾക്കില്ല. അങ്ങനെ പിന്നെ ഞങ്ങളും വെള്ളത്തിൻ്റെ അടുത്തൊക്കെ ഒന്നും പോയില്ല കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം തിരിച്ചു പോരാൻ നോക്കി. പിന്നെ ഇവിടെ പാരഷൂട്ട് റൈഡെല്ലാം ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. അത് ഇനിയും ഹൈറ്റിലേക്ക് പോട്ടോ. പിന്നെ കുറച്ച് ടൈം ഞങ്ങൾ അതൊക്കെ നോക്കി നിന്ന് പിന്നെ ഞങ്ങളിങ്ങനെ അങ്ങോട്ടേക്ക് നടന്നു പോവാണ് കേട്ടോ. പിന്നെ ഇവിടെ ബോട്ടിംഗ് എല്ലാം ഉണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. കാറ്റിങ്ങനെ വന്ന് അടിച്ച് കയറുന്നതിനു.
അപ്പം നമ്മളിങ്ങനെ കുറച്ച് നിന്നിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ആടുന്ന് കയറി വന്നപ്പോൾ ഞങ്ങൾ ഒരാളെ ഫുട് പ്രിൻ്റ് എല്ലാം കണ്ടുപിടിച്ച്. താറാവിൻ്റെതാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. നല്ല തണുപ്പ് ഗീസ്, നല്ല കാറ്റും ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് വേഗം തന്നെ വീട്ടിലേക്ക് എത്തിയാൽ മതിയെന്ന് വിചാരിച്ച് വേഗം ഞങ്ങൾ പോരുമായിരുന്നു. അങ്ങനെ പോരുമ്പോഴാണ് അവിടെ ഒരു ദിനോസറിനൊക്കെ ഉണ്ട്. നൈനുവിന് കയറിയും വേണം, പേടിയാവുകയും ചെയ്യുക. അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ നൈനുവിന് ഭയങ്കര പേടിയാണ്. അങ്ങനെ പിന്നെ ഞാൻ നൈനുവിനെ നിർബന്ധിച്ച് വിളിച്ച് കഴിയുമ്പോൾ ഇരുത്തി. പിന്നെ കുറച്ചൊന്ന് കഴിയുമ്പോൾ ഇരുന്ന് 2 മിനിറ്റ് ഇരുന്ന് പിന്നെ വേഗം പോന്നിട്ടോ. തണുപ്പുമാണ്, നല്ല കാറ്റും. കുറച്ച് ടൈം നൈനുവിനെ കളിപ്പിച്ച് പിന്നെ അവിടെ കാറെല്ലാം കണ്ട്. കാറിൻ്റെ അടുത്തൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പോകണ്ട, പിന്നെ കോൾഡ് എറ്റാൻ വന്നാൽ ഭയങ്കര ഇടങ്ങാറാവില്ലേ. അങ്ങനെ പിന്നെ നൈനുവിനെയും കൂട്ടി ഇങ്ങനെ പോന്ന്. അപ്പോൾ ബാക്കി എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി കോഫി ഷോപ്പിന് മുമ്പിൽ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. നൂഹ ബേബി ഇല്ലേ, ഓൾക്കും തണുപ്പെല്ലാം അധികം കൊണ്ടാലെന്താണ് കോൾഡ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് മോളെയും കൊണ്ട് വേഗം കോഫി ഷോപ്പിൻ്റെ അവിടെ വന്നിരുന്നു. പിന്നെ ഞാൻ ഓരോന്ന് കണ്ടിട്ട് അത് വേണം ഇത് വേണം എന്നെല്ലാം പറയുന്നുണ്ട്. തണുപ്പായതുകൊണ്ട് അങ്ങനെ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടൊന്നുമില്ല. ചെറുതായിട്ട് ഞങ്ങൾ അവിടെ നിന്നൊരു കരക്കട്ടിയെല്ലാം വാങ്ങിക്കുടിച്ച് പിന്നെ ഞങ്ങൾ വേഗം പോകുന്നു. എല്ലാവരും കറക്റ്റ് ചെയ്യുന്നു കേട്ടോ. വാങ്ങിനെ ഞാനും കറക്റ്റ് ചെയ്യുന്നതിന് വാങ്ങിനെ. പക്ഷെ നമ്മൾ പുറത്ത് കോഫി ഷോപ്പിൽ നിന്ന് വാങ്ങി കുടിക്കുന്നതായിട്ടിലും അത് കുറച്ച് ടേസ്റ്റ് കുറവായിരുന്നു കേട്ടോ അവിടെ. പിന്നെ നൈനുവിന് ചിപ്സ് കോലുമുട്ടായി ഒക്കെ കണ്ടാൽ പിന്നെ ഓക്ക് ലെവലുണ്ടാവില്ല. ഓള് പോയി എല്ലാം ഓരോന്ന് എടുത്ത് തരുന്നുണ്ട്. ഓള് ചിപ്സ് നോക്കുന്ന കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി ഓള് കോലുമുട്ടായി കണ്ട്. അങ്ങനെ ഉമ്മ ഒരു കോലുമുട്ടായി എടുത്തെടുത്തിട്ടോ. അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ട് ഇറങ്ങിട്ടോ. ഇനി നമ്മളിപ്പം വീട്ടിൽ പോകാനുള്ള പരിപാടിയിലാണ്. ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ നെജ പറഞ്ഞ അവൾക്ക് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനുള്ള കുറച്ച് സാധനം വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ പോയി തരീഫിൽ ഇക്താറിലേക്ക് ഇട്ടോ. അവിടെ നിന്നാണ് ക്രാഫ്റ്റ് വർക്കിനുള്ള സാധനങ്ങളൊക്കെ നെജ പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ ക്രാഫ്റ്റ് മാത്രമല്ല, അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതൊരു 1 റിയാൽ ഷോപ്പാട്ടോ. എന്നാലും ഇവിടെ എന്താ പറയുക, എല്ലാം ക്ലിപ്സ് ആണെങ്കിലും പാത്രമാണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ നൈനോന് ചെറിയ കുറച്ച് ക്ലിപ്സ് എല്ലാം വാങ്ങി. പിന്നെ ഇത് കണ്ടില്ലേ, ഫ്ലവേഴ്സിൻ്റെ എല്ലാം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുണ്ട് കാണാൻ. പിന്നെ എന്നെപ്പോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന പോലാണെങ്കിൽ ഇങ്ങനത്തെ ഫ്ലവർ എല്ലാം എടുക്കാൻ ആവശ്യം വരില്ലുണ്ട്. അപ്പോൾ നമുക്ക് നല്ല റേറ്റ് കുറവിലൊക്കെ കിട്ടും കേട്ടോ ഇവിടുന്ന്.
പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള കവേഴ്സ് എല്ലാം ഉണ്ട് ഇവിടെ. ഇത് ഞങ്ങൾക്ക് നല്ല വിലക്കുറവാണ്. ഇതിന് ജസ്റ്റ് 1.50 പൈസ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നല്ല പാത്രങ്ങൾ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നല്ല വിലക്കുറവിൽ. നോമ്പിനൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടാവലുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള. നേരെ റമദാനൊക്കെ നമുക്ക് നല്ല ഡേറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഫ്രൂട്ട്സ്, പിന്നെ അതുപോലെ തന്നെ സ്നാക്സൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി പാത്രങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് കുറച്ച് ഗ്ലാസ് ബോട്ടിൽസ് വേണമെന്ന് പറഞ്ഞിരുന്നു. നേരം ഇവിടെ നോക്കിയപ്പോൾ നല്ല വിലക്കുറവിലുണ്ട് കേട്ടോ. എല്ലാത്തിനും 1 റിയാലേ വരുന്നുള്ളൂ. ഇത് സാധാ സ്പ്രേ ബോട്ടിലാണ് കേട്ടോ. ഇതിനൊക്കെ ജസ്റ്റ് 1 റിയാലേ ഉള്ളൂ. അപ്പം നമ്മളായിട്ട് ഒന്ന് എടുത്ത് പിന്നെ അവിടെ ക്യാൻവാസ് കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്തിട്ടോ. വെറും 580 പൈസ ഉള്ളതിനു. പിന്നെ നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിട്ടോ. ഇതാണ് നമ്മളെ ഫ്ലാറ്റ്. അവിടെ ഉപ്പക്ക് ഒരു ഷോപ്പ് പോകാനുള്ളതുകൊണ്ട് നമ്മൾ അവിടെ പോയി തിരിച്ച് ബാക്കത്തെ റോട്ടിലൂടെയാണ് നമ്മൾ വന്നത് കേട്ടോ. ഇതിപ്പോൾ ബാക്ക് സൈഡാണ് നമ്മളെ ഫ്ലാറ്റിൻ്റെ. അങ്ങനെ ഉപ്പ ഞങ്ങൾ റൂമിലിറക്കിയിട്ട് ഉപ്പ കളക്ഷന് പോയിട്ടോ. ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.